ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 51-52 വാക്യങ്ങളിൽ ഈശോ മിശിഹ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരെ പ്രീതി വളർന്നു വന്ന ഈശോയെ ഈ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവകൃപയിൽ വളരുവാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന് അടിമപ്പെട്ട് മൊബൈൽ ഫോൺ എടുത്ത് വീട്ടിൽ നിന്ന് മാറ്റിവെച്ചാൽ അപ്പനെ തല്ലുന്ന കുഞ്ഞുങ്ങൾ, അമ്മയെ തല്ലുന്ന കുഞ്ഞുങ്ങൾ, വയലൻ്റ് ആവുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ, ഫ്രീമേസൺ അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ, സാത്താൻ അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ അമ്മയായ വിശുദ്ധ മാർഗരറ്റ് പറയുന്നൊരു വാക്കുണ്ട്, പിശാചിന് ഏറ്റവും ഇഷ്ടം മുതിർന്നവരെ അല്ല, പിശാചിന് ഏറ്റവും ഇഷ്ടം പുതിയ തലമുറകളിലെ കുഞ്ഞുങ്ങളെയാണ്. ഇതേക്കുറിച്ച് മാർഗരറ്റ് പറയുന്നൊരു വാക്കുണ്ട്, വിശുദ്ധ മാർഗരറ്റ്. അതായത് ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങളെ സാത്താൻ അടിമ വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ് വളരുമ്പോൾ സഭയെയും കുടുംബത്തെയും ലോകത്തെയും തകർക്കാൻ പിശാച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളെയാ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു ധ്യാനത്തിന്, ഒരു കൺവെൻഷൻ്റെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറഞ്ഞാൽ ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മക്കളുടെ മാനസാന്തരമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37-38 തിരുവചനം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞ് പൗലോസ് അപ്പസ്തോലൻ തിരുവചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന 3000 വ്യക്തികളുടെ മേൽ, അതായത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന സമയത്ത് അവരുടെ ഹൃദയങ്ങൾ നുറുങ്ങിയെന്ന ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ ശ്രദ്ധിക്കുക, അതായത് ഹൃദയത്തിൻ്റെ മാനസാന്തരമാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈശോ മിശിഹായുടെ അതായത് വരവിന് തൊട്ട് മുമ്പായിട്ട് അവസാനത്തെ പ്രവാചകനായ സ്നാപയോഹന്നാൻ തൻ്റെ വചന ശുശ്രൂഷയുടെ ആദ്യത്തെ വചനഭാഗം പറയുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, മാനസാന്തരപ്പെടുവിൻ, അതായത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ മിശിഹ തൻ്റെ സുവിശേഷ വേലയുടെ ദൗത്യം തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന വചനമാണ് വിശുദ്ധ മത്തായി 4:17, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ മിശിഹായുടെ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ അവരേക മനസ്സോടെ ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ 10 ദിവസക്കാലം പെന്തക്കോസ്ത് തിരുനാളിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞ് ഈ 12 ഭയപ്പെട്ടിരുന്ന സ്ത്രീകന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആരവം കേട്ട് ജനം ഓടിക്കൂടുമ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി എന്നാണ് പറയണത്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ക്യാൻസർ രോഗം സൗഖ്യപ്പെടുന്നതോ, തളർന്നു പോകുന്നവർ എഴുന്നേറ്റ് പോകുന്നതോ, മരിച്ചവർ ഇറക്കുന്നതല്ല. കത്തോലിക്ക സഭ കണ്ട ഏറ്റവും വലിയ അത്ഭുത പ്രവർത്തകന 38 മരിച്ചവരെ ഉയർപ്പിച്ച ഒരു വിശുദ്ധനുണ്ട്. അഗ്നിയുടെ സുവിശേഷകൻ, ഫയർ അനോയിന്റിങ് ഉണ്ടായിരുന്ന ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് വിശുദ്ധ വിൻസെന്റ് ഫെറർ. 38, അതായത് കല്ലറയുടെ അടുത്ത് ചെന്നിട്ട് കല്ലറയെ തട്ടുമ്പോൾ മരിച്ചു കിടക്കുന്ന ആള് എഴുന്നേറ്റ് പോകുന്ന അതായത് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ഈ വിൻസെന്റ് ഫെറർ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രസംഗങ്ങളും മാനസാന്തരത്തിൻ്റെ പ്രസംഗങ്ങളാണ്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, വിടുതൽ കിട്ടണമെങ്കിൽ, കുടുംബത്തിൻ്റെ കെട്ടടിയണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, മാനസാന്തരപ്പെടണം. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ ഒരു വചനം ഇന്ന് നിങ്ങളോട് പറയാൻ പോവാ. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുക, നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ. ജെറുസലേം കൺവെൻഷനിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, ഇവിടെ കുരിശിൻ്റെ ആശീർവാദം നടക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങും. ഇവിടെ പരിശുദ്ധ കുർബാന അല്പം കഴിയുമ്പോൾ ബലിയർപ്പിക്കുമ്പോൾ ഈശോ മിശിഹ പച്ചക്കിറങ്ങി വരുന്നത് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കപ്പെടുമ്പോൾ ഈശോ വരും. 1247
പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്ത് സാന്തോറ എന്ന സ്ഥലത്ത് ഒരു സ്ത്രീ, അവരുടെ ഭർത്താവിന് വഴിവിട്ട ബന്ധങ്ങളാ, പാപത്തിൻ്റെ ബന്ധങ്ങളാ, പരസ്ത്രീ ബന്ധങ്ങളാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ കൂട്ടുകാരി പറഞ്ഞു, നിന്റെ ഭർത്താവിന് മാറ്റമുണ്ടാകാൻ വേണ്ടി ആ നാട്ടിലൊരു മന്ത്രവാദിനിയുണ്ട്, ആ മന്ത്രവാദിനി എടുത്ത് ചെന്നിട്ട് നീ ചെന്ന് പറയണം. അവൾ മന്ത്രം ഓതുമ്പോൾ നിന്റെ ഭർത്താവിൻ്റെ വ്യഭിചാരം നിൽക്കും. അവൾ മന്ത്രവാദിനെടുത്ത് ചെല്ലുമ്പോൾ മന്ത്രവാദിന് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം. പോകുമ്പോൾ നീ കുർബാന നാവി സ്വീകരിച്ചിട്ട് അത് തുപ്പി നേരെ നീ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരണം. ഇവളെ പേടിച്ചിട്ടാണെങ്കിലും ഭർത്താവിൻ്റെ മാറ്റത്തിന് വേണ്ടി ഇവളെ പരിശുദ്ധ കുർബാനയ്ക്ക് പോയി തിരക്തത്തിൽ മുക്കിയ തിരുവോസ്തി നാവിൽ സ്വീകരിച്ച ഉടനെ അവളുടെ കയ്യിലിരിക്കുന്ന ടവലിനകത്തേക്ക് ഈ പരിശുദ്ധ കുർബാന തുപ്പി അവിടെ എടുത്ത് പൊതിഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് രക്തമൊഴുകാൻ തുടങ്ങി. അവൾ നോക്കുമ്പോൾ, ആ ടവലടിച്ചു നോക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാന പച്ച മാംസമായിട്ട് കിടന്ന് പിടയ്ക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൾ ഭയപ്പെട്ട് വീട്ടിൽ ചെന്നിട്ട് ഒരു പെട്ടിക്കകത്ത്, ഒരു തടിപ്പെട്ടിക്കകത്ത് ഈ പരിശുദ്ധ കുർബാന കൊണ്ട് വെച്ച് രാത്രിയായപ്പോൾ ഭർത്താവ് വന്നു. അതായത് 12-ാം നൂറ്റാണ്ടിൽ ബൾബ് കണ്ടുപിടിച്ചിട്ടില്ല. ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസനാ. 12-ാം നൂറ്റാണ്ടിൽ ലൈറ്റ് കണ്ടുപിടിച്ചിട്ടില്ല, ബൾബ് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ രാത്രി 12 മണിക്ക് സമയത്ത് ആ വീടിൻ്റെ മുറി മുഴുവൻ, ആ സ്ഥലം മുഴുവൻ പ്രകാശം കൊണ്ട് നിറഞ്ഞു. ഭർത്താവ് വന്ന് ചോദിച്ചു, എന്താ ഇവിടെ നടക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, കാല വീണ് പറഞ്ഞു, നിങ്ങളുടെ മാറ്റത്തിന് വേണ്ടി ഞാൻ കുർബാന എടുത്തുകൊണ്ട് പോയി മന്ത്രവാദിനിക്ക് കൊടുക്കാൻ പോയതാ. ആ കുർബാന പച്ച മാംസമായിട്ട് ഇരിപ്പുണ്ട്. ഇവള് ഭർത്താവ് ഈ തടിപ്പെട്ടി തുറക്കുമ്പോൾ കാണുന്നത് അവിടെ തിരുവോസ്തി, ഒരാടിൻ്റെ തല വെട്ടുമ്പോൾ പിടയ്ക്കുന്നത് പോലെ പരിശുദ്ധ കുർബാന കിടന്ന് പിടയ്ക്കുക. ദൈവമക്കളെ, ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ രാത്രി മുഴുവൻ അവർ മുട്ടുകുത്തി ആരാധിച്ചു. പിറ്റേ ദിവസം അഭിവന്ധ്യ പിതാവിനെ കൊണ്ടുവന്നു. ഇന്നും 1247 കേൾക്കണം, പോർച്ചുഗലിലെ സാന്തോറയിൽ നടന്ന ആ പരിശുദ്ധ കുർബാന AB പോസിറ്റീവായി പച്ച മാംസമായി ഇന്നും 700 വർഷമായി അഴുകാതിരിപ്പുണ്ട്. കരമടിച്ച് കർത്താവിനെന്ന് പറയട്ടെ. ആ പരിശുദ്ധ കുർബാനയാണ് ഇപ്പോൾ ഇവിടെ അർപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ശ്രദ്ധിക്കണം, പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടാലും ദൈവം നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങണമെന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ജപമാല, അതായത് ഇവിടെ ചില ഞാൻ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. ജപമാല പവർഫുള്ള്, അതായത് സാത്താന് ഏറ്റവും ഭയമുള്ള പ്രാർത്ഥനയാണ് ജപമാല. കത്തോലിക്ക സഭയുടെ ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ് മിനിസ്ട്രിയുടെ ഹെഡായിരിക്കുന്ന ഫാദർ ഗബ്രിയേൽ അമോർത്ത ഒരു എക്സോസിസം ചെയ്തിട്ട് പൈശാചിക ശക്തി ബാധിക്കപ്പെട്ട ഒരു സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന പ്രാർത്ഥന ഏതാ? ഉടനെ പിശാച് അലറിക്കൊണ്ട് പറയുക, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ജപമാലയാ. എന്നിട്ട് പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും ഞങ്ങളുടെ ശിരസിനിട്ട് വന്ന് അട്ടിക്കുക. അത് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുന്നുണ്ട്, വിശുദ്ധ ഡൊമിനിക്ക് പറയുന്നുണ്ട്. നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ സാത്താനിക കെട്ടുകളഴിയും, ദൈവ സാന്നിധ്യം ഇറങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ വിശുദ്ധരുടെ പ്രാർത്ഥന, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശുദ്ധര്, രക്തസാക്ഷികള്, വേദപാരംഗതര്, വാഴ്ത്തപ്പെട്ടവര്, വിശുദ്ധരുടെ ലുത്തീനിയ, ആ വിശുദ്ധ ലുത്തീനിയ ചെല്ലുമ്പോൾ സകല വിശുദ്ധരും സ്വർഗത്തിൽ നിന്ന് ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഇറങ്ങി വരും. പക്ഷേ ഒരു കാര്യമുണ്ട് ദൈവമക്കളെ, ഈ ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങുമ്പോൾ പോലും നമുക്കത് അനുഭവിക്കണമെങ്കിൽ പാപത്തിൻ്റെ കെട്ട് അഴിഞ്ഞിരിക്കണം. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഇതാണ് വചനം കേട്ടോ. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തൂടെ സഞ്ചരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ പരിശുദ്ധ കുർബാന വഴി, ഓരോ നൊവേന വഴി, ഓരോ കുരിശിൻ്റെ ആശീർവാദം വഴി, ഓരോ ദിവ്യകാരൻ്റെ പ്രദർശനം വഴി, ഓരോ ശുശ്രൂഷ വഴി ദൈവം ഈ ആലയത്തിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. എനിക്കത് കാണാൻ പറ്റാം എന്ന് വെച്ചാൽ വിശ്വാസം ഉണ്ടെങ്കിൽ കാണാം. ഇവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽപ്പുണ്ട്. പക്ഷെ നിനക്കത് അനുഭവിക്കണമെങ്കിൽ അടുത്ത വചനം ശ്രദ്ധിച്ചു കേട്ടണം. നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനായി ദൈവമായ കർത്താവ് പാളയത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമല്ലാത്ത വസ്തു എന്തെങ്കിലും കണ്ട് പാളയത്തിൽ നിന്ന് ദൈവം അകന്നു പോകാതിരിക്കാൻ പാളയം വിശുദ്ധമായി സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ദൈവം ഇറങ്ങി വരുമ്പോൾ പാളയം വിശുദ്ധമാകണം. നമ്മുടെ ശരീരത്തിനകത്ത് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ചടികാസക്തിയും ഹോമോസെക്സും പോർണോഗ്രഫിയും അവിഹിത ബന്ധവും രഹസ്യബന്ധവും വെച്ചാൽ ദൈവം ഇറങ്ങി വരില്ല. ഹല്ലേലൂയ. കേൾക്കാൻ ചെവിയുള്ളവർ കേട്ടോ. ദൈവം വസിക്കുന്ന 2 സ്ഥലമേ ഉള്ളൂ ദൈവമക്കളെ. ദൈവം തമ്പുരാൻ വസിക്കുന്ന
രണ്ട് സ്ഥലമാ. ഒന്ന് പരിശുദ്ധ കുർബാന. ഈശോ മിശിഹായുടെ രണ്ടാമത്തെ വരവ് വരെ തിരുസഭയിൽ ഈശോ വെളിപ്പെട്ട് നിൽക്കുന്നത് പരിശുദ്ധ കുർബാനയിലാ. ലോകത്തിൽ 130 സ്ഥലങ്ങളിലാണ് പരിശുദ്ധ കുർബാന മാംസമായിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് ഉത്ഥാനം ചെയ്ത ഈശോ തോമസ് ലീഗയുടെ അടുത്തേക്ക് വന്നിട്ട്, തോമസ് ഇല്ലാത്ത സമയത്ത് ഉത്ഥാനം ചെയ്ത ഈശോ തന്റെ ശിഷ്യന്മാർക്കിലേക്ക് പാപമോചന അധികാരം കൊടുക്കുന്ന സമയത്ത് പത്രോസും യോഹന്നാനൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഈശോ മിശിഹായെ കണ്ടു. ഉടനെ തോമസ് പറഞ്ഞു, ഞാൻ അങ്ങനെ വിശ്വസിക്കത്തില്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും അവൻ്റെ മുറിവുണ്ടല്ലോ, യോഹന്നാൻ 19:34, കുത്തിത്തുളയ്ക്കപ്പെട്ട തിരുവിലാവ്, ലൊങ്കിനോസ് കുത്തിയ ആ മുറിവിലേക്ക് ഞാൻ എൻ്റെ വിരലിടാതെ അത് തൊടാതെ ഞാൻ വിശ്വസിക്കത്തില്ല. വീണ്ടും അടുത്ത ആഴ്ച ഞായറാഴ്ച ശിഷ്യന്മാർ കഥ കൊടിച്ചിരിക്കുമ്പോൾ ഈശോ അവരുടെ മധ്യത്തിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്ന, തോമസേ എൻ്റെ അടുത്ത് വാ. ഉടനെ തോമസ് ലീഗ തൻ്റെ ആ മുറിവിലേക്ക് കൈവച്ചു കഴിയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നൊരു വാക്കുണ്ട്, തോമസേ നീ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. എന്ന് വെച്ചാൽ കാണാത്ത ദൈവം, കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത തമ്പുരാൻ ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്നത് എവിടെന്നറിയാം? പരിശുദ്ധ കുർബാനയിലാ. പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ പരിശുദ്ധ കുർബാന ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ ഇറങ്ങും. പക്ഷേ നിനക്കത് അനുഭവിക്കണമെങ്കിൽ ഒന്ന് വിശ്വാസം വേണം, 2 പാപത്തിന്റെ കെട്ടഴിയണം. പ്രൈസലോ. അപ്പൊ ഒന്നാമത് ദൈവം വസിക്കുന്ന എവിടെയാ? പരിശുദ്ധ കുർബാനയിൽ. രണ്ടാമത് ദൈവം വസിക്കുന്ന എവിടെയാണെന്നറിയോ? എല്ലാവരും ഒന്ന് കേട്ടോണം. ദൈവം വസിക്കുന്നത് അവിടെ ഇവിടെ ഒന്നുമല്ല. ദൈവം വസിക്കുന്നത് മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പഠിപ്പിക്കുന്ന വചനം 1 കൊരിന്തോസ് 3:16, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും. എവിടെയാ വസിക്കുന്നത്? അവിടെ ഇവിടെ ഒന്നുമല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് എവിടെയാ? ഇവിടെയാ. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ദൈവം വസിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമക്കളെ, ഈ ശരീരത്തിൽ പച്ച കുത്തരുത്, ഈ ശരീരത്തിൽ വ്യഭിചരിക്കരുത്, ഈ ശരീരത്തിൽ സ്വയംഭോഗം ചെയ്യരുത്, ഈ ശരീരത്തിൽ മദ്യപിക്കരുത്. കാരണം ഇതിനകത്ത് ആരാ വസിക്കുന്നത്? ഇതിനകത്ത് ആരാ വസിക്കുന്നത്? അവിടെ ഇവിടെ അല്ല. ഇതിനകത്ത് ആരാ വസിക്കുന്നത് അറിയാമോ? ദൈവം വസിക്കുന്നത്. മാമോദീസ സഭയുടെ ഗർഭത്തൊട്ടിൽ, ആ മാമോദീസയില്, അതായത് ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് അവിടെ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദീസ കൊടുക്കുമ്പോൾ ആ കൊച്ചിൻ്റെ ഉള്ളിലേക്ക്, ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവുണ്ട്. ഈ ഞാനും നിങ്ങളൊരു പാപം ചെയ്യുമ്പോൾ അപ്പം കണ്ടിട്ടില്ല, അമ്മ കണ്ടിട്ടില്ല, നാട്ടുകാർ കണ്ടിട്ടില്ല, വൈദികർ കണ്ടിട്ടില്ല, മുറിയടച്ച പാപം ചെയ്യുന്നത്. പക്ഷേ മാമോദീസ വഴി നിനക്ക് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവ്, നീ വ്യഭിചാരം ചെയ്യുമ്പോഴും സ്വർഗ്ഗഭോഗം ചെയ്യുമ്പോഴും മദ്യപിക്കുമ്പോഴും ഈശോ നിന്റെ ചങ്കിനകത്തിരുന്ന് മോനെ എന്നെ അത് ചെയ്യരുതെന്ന് പറയണ കരയുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. വലതുകരമൊരുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ആ തിരിച്ചൊരുവുണ്ടാകണം. ദൈവം ഇവിടെ ഉണ്ട് മക്കളെ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 14 വയസ്സുള്ള മരിയ ഗൊരെറ്റി എന്ന് പറഞ്ഞ പെൺകുട്ടി, അവൾ ആദ്യ പോകുമ്പോ അവൾ അമ്മ കെട്ടിപ്പിടിച്ച അസുന്ദ എന്ന് പറയുന്ന അമ്മ അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്, മോളെ നീ ഈശോയെ സ്വീകരിക്കാൻ പോകുന്നു. നിന്റെ ഉള്ളില് ഗോതമ്പപ്പത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന നിനക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഈശോ വരുന്നുണ്ട്. നീ ഈശോയെ സ്വീകരിക്കുക. ഈ ശരീരത്തില് ഈശോയുടെ ശരീരം മോളെ, ഇതിനകത്ത് ആരും തൊടിപ്പിക്കരുത്, ഇത് പാപം ചെയ്യരുത്. പാപം ചെയ്യുമ്പോൾ ആരാ മോളെ വേദനിക്കുന്നറിയാമോ? നീ സ്വീകരിച്ച ഈശോയാ മോളെ വേദനിക്കണത്. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ആർക്കെങ്കിലും ബോധ്യമുണ്ടോ?
അങ്ങനെ ഇരിക്കണ സമയത്തല്ലേ ആ പെൺകുട്ടി ഒറ്റയ്ക്കിരിക്കുമ്പോൾ അലക്സാണ്ടർ എന്ന് പറയുന്നവൻ പാപം ചെയ്യാൻ ക്ഷണിക്കുമ്പോൾ അവൾ നോ എന്ന് പറഞ്ഞ് അവളെ തള്ളിയിട്ടിട്ട് കുത്തുന്ന സമയത്ത് ഇവളുടെ പാവാട ഈ കാല് കാണുന്ന വിധത്തിൽ പൊങ്ങുമ്പോൾ അവള് ഈ കത്തിയുടെ കുത്ത് തടയുകയല്ല ചെയ്യുന്നത്, ഈ പാവാട മാറ്റി തൻ്റെ കാല് പോലും അവൻ കാണരുതെന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി ഈശോയെ സ്നേഹിച്ച് 18 കുത്തുകളേറ്റ് പിടഞ്ഞു മരിച്ച ആ മരിയപുരേറ്റിയുടെ ശരീരം ഇന്നും അഴുകാതിരിപ്പുണ്ട്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്കൊക്കെ ആ ദൈവസാന്നിധ്യ ബോധ്യമുണ്ടോ? ഞാനും നിങ്ങളൊക്കെ പാപം ചെയ്യുന്നതിന് കാരണം എന്നാ പറ? ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധ്യം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമക്കളെ, ദൈവം ഇറങ്ങി വരണമെങ്കിൽ പാപത്തിന്റെ കെട്ടഴിയണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 തിരുവചനം നമ്മൾ ഒത്തിരി കൺവെൻഷനിൽ കേട്ട വചനമാ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്നെയും നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത് നിന്റെ അകൃത്യം. ഇത് തിരിച്ചറിയണം മക്കളെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏറ്റവും വലിയ കൂദാശ എന്താ? പക്ഷെ പരിശുദ്ധ കുർബാനയെക്കാളും പിശാച് ഭയപ്പെടുന്ന ഒരു കൂദാശ ഉണ്ട്, അറിയോ? അതായത് ഏറ്റവും വലിയ കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ കുർബാനയെക്കാളും പിശാച് ഭയപ്പെടുന്ന ഒരു കൂദാശയുണ്ട്. അതാണ് കുംഭസാരം. ഹല്ലേലൂയ പറഞ്ഞേ. പിശാചിന് ഏറ്റവും ഭയമുള്ള കൂദാശയാ കുംഭസാരം. അതുകൊണ്ടാണ് മരിയ ഫൗസ്റ്റീനയോട് ഈശോ പറയുക, മോളെ നീ ഇന്ന് പള്ളിയിൽ എന്നെ കാണുന്ന ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. മരിയ ഫൗസ്റ്റീന പള്ളിയിൽ വരുമ്പോൾ ഈശോ അവിടെ കാണുന്നില്ല. നോക്കുമ്പോൾ വികാരിയച്ഛൻ അവിടെ ഊറാറയിട്ടിട്ട് കുമ്പസാരിപ്പിക്കാനിരിക്കുമ്പോൾ മരിയ ഫൗസ്റ്റീന കാണുക, അത് അച്ഛനല്ല, ഈശോയാ. അപ്പോൾ ഒരു പാപിനിയായ സ്ത്രീ വന്ന് കുമ്പസാരിക്കുന്ന സമയത്ത്, അവൾ പാപം ഏറ്റുപറയണ സമയത്ത് വികാരി അച്ഛൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു പറയുമ്പോൾ മരിയ ഫൗസ്റ്റീന കാണുന്നത് ഈശോയുടെ ചങ്കിലെ ചോര ഒഴുകിയിറങ്ങി അവളുടെ പാപത്തിൻ്റെ കറ കഴുകി കളയുന്നതാ. ഒന്ന് കൈയടിച്ച് കർത്താവിനൊന്ന് പറയട്ടെ. ദൈവമക്കളെ, ഒരു ധ്യാനത്തിന്റെ വിജയം എന്നറിയാമോ? അതായത് കുംഭസാരക്കൂട് ഈച്ചക്കൂടാകുമ്പോഴാണ് ഒരു ധ്യാനത്തിന്റെ വിജയം. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ തുറന്നു പറയാം, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പാപത്തിന്റെ കെട്ടഴിയാതെ ദൈവത്തിന് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ, അനുദപിക്കുന്ന പാപിയോർത്ത് ഞാൻ സ്വർഗം സന്തോഷിക്കുന്ന IELTS കിട്ടുന്നതിന് ഓർത്തിട്ടല്ല. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധി അമ്മ ഫാത്തിമായിലും ലൂർദിലും മഡ്ജുഗോറിയയിലും ഗേഡിലിപ്പായിലും ഗരമന്താളിലും ലാസലറ്റായിലും അമ്മ കരഞ്ഞത് OAT കിട്ടാത്തതിൻ്റെ പേരിലോ കല്യാണം നടക്കാത്തതിൻ്റെ പേരിലോ ജർമ്മനിക്ക് പോകാത്തതിൻ്റെ പേരിലോ അല്ല മക്കളെ. സഭയുടെ സ്ഥാപനം വളരാത്തതിൻ്റെ പേരല്ല. മനുഷ്യൻ ചെയ്യുന്ന പാപമോർത്തിട്ടാണ് അമ്മ കരയുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പരിശുദ്ധ അമ്മ ചിരിച്ച ഒരു ഫോട്ടോ നിങ്ങൾ കാണിച്ചതാ? ഞാൻ ഇപ്പം നിർത്താം സുവിശേഷവൻ. പരിശുദ്ധി അമ്മ ചിരിച്ച ഒരു ഫോട്ടോ കാണിക്കുക. എന്തിനാ പരിശുദ്ധി അമ്മ കരയണത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിലും 53-ലും മനുഷ്യനെന്ന് തോന്നാത്ത വിധം അത്രമാത്രം വിരൂപനാക്കപ്പെട്ട് ഈശോ മിശിഹായെ 3 തൂക്കപ്പെട്ട് നഗ്നനാക്കി കുരിശിൽ മണിക്കൂറുകൾ കുരിശിൽ കിടക്കുമ്പോൾ 9 മാസം 9 ദിവസം ഉദരത്തിലിട്ട് വളർത്തി, കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് ഓമനിച്ച് വളർത്തിയ ഒരു പെറ്റമ്മ ശരീരത്തിൽ 5666 അടിയേറ്റിട്ടും 28,000-ത്തിലധികം തുള്ളി രക്തം ഊർന്നിറങ്ങിയിട്ടും ശരീരത്തിൽ 1008ഓളം അസ്ഥി കാണാമെന്ന് മുറിവുണ്ടായിട്ടും ഒരു പെറ്റമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. സ്വന്തം മകൻ കുരിശിൽ കിടക്കുമ്പോൾ പോലും കരയാത്ത പരിശുദ്ധി അമ്മ ഈ കാലഘട്ടത്തിൽ എന്തിനാണ് കരയുന്നറിയാമോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരും ചോദിച്ചിട്ടുണ്ടോ? അമ്മ എന്തിനാ അമ്മ കരയണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരു കൊച്ചു കുഞ്ഞ് ഒരമ്മ കരയാണെങ്കിൽ
ആ കൊച്ചു കുഞ്ഞ് അമ്മയുടെ അടുത്ത് ചോദിക്കും, മമ്മി 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 എന്തിനാ കരയണത്? നമ്മൾ വന്ന് അനുഗ്രഹം ചോദിക്കുന്നുണ്ട്, അത് ചോദിക്കുന്നുണ്ട്, കല്യാണം ചോദിക്കുന്നുണ്ട്, സ്ഥല വിൽപ്പന ചോദിക്കുന്നുണ്ട്, ബിസിനസ് അത് വേണമെന്നല്ല പറയണത്, ബിസിനസ്സിന് വേണ്ടി ചോദിക്കുന്നുണ്ട്, ജർമ്മൻ അഡ്മിഷന് വേണ്ടി ചോദിക്കുന്നുണ്ട്. പ്ലീസ്, നിങ്ങൾ ഇന്ന് വരെ ഈ അമ്മയോട് ചോദിച്ച മദർ മേരി അമ്മ എന്തിനാ അമ്മ കരയണത് ചോദിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കൾ, ഇത് അന്ത്യ കാലഘട്ടമാ. ഞാനിത് പറഞ്ഞു സാരമാണ്. ലോകത്തിൽ പാപം പെരുകി. ആണാണ് പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാമെന്ന നിയമം വന്നു. നിങ്ങളറിയാവോ? നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കരയുമ്പോ ഒരു വർഷം, ശ്രദ്ധിക്കപ്പെട്ടിരിക്കണം ദൈവമക്കളെ, ഒരു വർഷം 4.5 കോടി കുഞ്ഞുങ്ങളെയാണ് അമ്മമാര് വയറ്റിലിട്ട് കൊല്ലുന്നത്. ആരെങ്കിലും കരയാറുണ്ടോ? സ്വന്തം അമ്മ. ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ വളരേണ്ടത് അമ്മയുടെ ഉദരത്തിലാ. ആ ഭ്രൂണത്തെ, ആ കുഞ്ഞ് 4 മാസം 5 മാസം 6 മാസം ആകുമ്പോ അമ്മയുടെ ഗർഭപാത്രത്തിൽ സുരക്ഷിതമായി കിടക്കണ കുഞ്ഞിനെ വിദേശത്ത് പോകാൻ വേണ്ടി, അല്ല 4-മൂന്നാമത്തെ കുഞ്ഞുണ്ടായപ്പോ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കത്രിക വെച്ച് കൊടുക്കുമ്പോ ആ കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടന്നോടിയിട്ട് കരഞ്ഞു പറയുന്നൊരു വാക്കുണ്ട്. അത് ലോകം കേൾക്കണം. അമ്മേ അമ്മേ അമ്മേ, എന്നെ കൊല്ലല്ലേ. ഞാനൊരു ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് ഈ സ്റ്റേജിൽ കോടി കയറുമ്പോൾ ഇവിടെ ഒരാള് ആ കുഞ്ഞിന്റെ കാലെ പിടിച്ച് ഈ സ്റ്റേജിൽ വെച്ച്, അൾത്താരയിൽ വെച്ച് അടിച്ചു കൊന്നാൽ നിങ്ങൾ സമ്മതിക്കുവോ? നിങ്ങൾ സമ്മതിക്കുവോ? അങ്ങനെയെങ്കിൽ അത് ഓടാൻ പറ്റിയ കുഞ്ഞാ? ഓടാൻ പോലും പറ്റാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ നിങ്ങളറിയോ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് 45 കോടി കുഞ്ഞുങ്ങളെ കൊന്നത് ISSകാരല്ല, രാഷ്ട്രീയക്കാരല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല, ഒരു വന്യമൃഗങ്ങളല്ല, മനുഷ്യൻ കൊന്നിട്ട് ആരും അനുദപിക്കുന്നില്ല. അതോർത്താണ് പരിശുദ്ധി അമ്മ കരയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. വരദൂരുവരത്തെ ഹല്ലേലൂയ. ദൈവം ഏറ്റവും വെറുക്കുന്ന പാപം എന്താ? ദൈവം വെറുക്കുന്ന ഒരു പാപമുണ്ട്, ലൈംഗിക പാപം. അതാണ് സൊദോം ഗൊമോറയിൽ സംഭവിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലില്ലേ 19-ാം അധ്യായത്തില്. അതായത് സൊദോം ഗൊമോറയിൽ ലോത്തിന്റെ ഭാര്യയെ തിരിഞ്ഞു നിന്നപ്പോൾ ഉപ്പുതൂണായി പോയ സൊദോം ഗൊമോറ എന്ന സ്ഥലത്ത് ലോത്തിന്റെ വീട്ടിൽ 2 ദൈവദൂതന്മാർ വന്നപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരും മുതിർന്നവരടക്കം വൃദ്ധന്മാര് ഹോമോസെക്സ് ആണിനെ പോകിക്കുന്ന ആ മാരകപാപം ചെയ്തപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി നശിപ്പിച്ച സ്ഥലമാ. ഇന്നും മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന ചാവുകടൽ ഈ ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു മാരകപാപമാ. അത് തെറ്റല്ലെന്ന് പഠിപ്പിക്കുന്ന യൂറോപ്പിലെ സഭ, ആ സഭയോർത്താണ് പരിശുദ്ധി അമ്മ കരയുന്നത്. അല്ലാതെ നിങ്ങളുടെ ജോലി കിട്ടാത്തതിന്റെ പേരിലല്ല. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം യോജിപ്പിച്ചതാ. സ്ത്രീ പുരുഷന്മാര് വിവാഹമെന്ന കൂദാശ വഴി 2 കുടുംബത്തിൽപ്പെട്ടവര്. ഉൽപ്പത്തിയുടെ പുസ്തകം 2:24. പുരുഷൻ ഏകനായിരിക്കും നന്നല്ല, അവൻ അതായത് മാതാപിതാക്കൾ വിട്ട് സ്ത്രീയുമായി ചേരും, ഒറ്റ ശരീരമായി മാറും. വിവാഹമെന്ന ഉടമ്പടി കൂദാശകളിൽ ഒന്നിച്ച ഇന്നു മുതൽ മരണം വരെ മർക്കോസ് 10:9 ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കേ, കേരള സഭയിൽ എത്ര ഡിവോഴ്സ് പെരുകി, ലോകത്തിലെ കുടുംബങ്ങൾ തകർന്നു. അതിനെ ഓർത്താണ് അമ്മ കരയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവം. ആകാശത്തിന് കീഴെ മനുഷ്യരിടയിൽ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമമില്ല. ഈ നാമത്തെ പ്രതിയാണ് ദൈവസഹായം ലാസറും പത്രോസ്ലിഹായും യാക്കോബുസ്ലിഹായും നമ്മുടെ തോമാസ്ലിഹായും പീലിപ്പോസും അന്ത്രയോസും ചെറിയാക്കോവും സകല വിശുദ്ധരും രക്തസാക്ഷിയായതും ആദിമ സഭയിൽ രക്തസാക്ഷിത്വമുണ്ടായതും ഇന്നും നൈജീരിയയിലും സുഡാനിലും ജനലക്ഷങ്ങൾ മരിച്ചു വീഴുന്നതും യേശുവാണ് ഏക രക്ഷകൻ എന്ന് പറയുമ്പോൾ യേശു മാത്രമല്ല, എല്ലായിടത്തും സത്യമുണ്ടെന്ന് പഠിപ്പിക്കുന്നവരെ ഓർത്താണ് പരിശുദ്ധി അമ്മ കരയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, കർത്താവിൻ്റെ വചനം വിതച്ചും കുദാശികൾ ഇരിക്കുന്നവർ, കർത്താവിൻ്റെ ബലിപീഠത്തിന് വേണ്ടി
അസ്വസ്ഥതയുണ്ടാകുമ്പോൾ, ഭിന്നതയുണ്ടാകുമ്പോൾ, പരിശുദ്ധ കുർബാന അവയുള്ള പാത്രമാകുമ്പോൾ പരിശുദ്ധി അമ്മ കേരള സഭയോർത്ത് കരയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. പോരാ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാനൊരു പ്രവാചക ശബ്ദത്തിലാണ് ഇത് പറയണത്, ഒരു പ്രവാചക ശബ്ദത്തിൽ. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഞാൻ 2-3 മാസങ്ങൾക്ക് 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിശ്വാസ പ്രമാണം രൂപീകരിക്കപ്പെട്ട സ്ഥലം ടർക്കി. അവിടെ നിസി ക്രീഡ് എന്ന് പറയും. നമ്മുടെ ഇപ്പോൾ സീറോ മലബാർ സഭയുടെ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നിസി ക്രീഡ്, അതായത് 360 പിതാക്കന്മാർ 1 മാസം ഇരുന്ന് ഉപവസിച്ച് വിശ്വാസ പ്രമാണം രൂപീകരിച്ച ദേശത്ത് 100% ക്രിസ്ത്യാനികൾ മാത്രമുള്ള ദേശത്ത് ഇന്ന് 25,000 ക്രിസ്ത്യാനികൾ മാത്രം ആ പള്ളി ഇന്ന് മുസ്ലിം മോസ്കായി മാറി. അവിടെ ചെന്നപ്പോൾ നമ്മൾ പൊട്ടിക്കരയേണ്ടി വന്നു. നമ്മുടെ വിശ്വാസം അനേകം മോണസ്റ്ററികൾ, ഇത് പല മറ്റ് മതത്തിന്റെ ആചാരങ്ങളുമായി മാറി. പല രാജ്യങ്ങളിലും സഭ ഇല്ലാതായി, പല കോൺഗ്രിഗേഷനും പൂട്ടപ്പെട്ടു, പലതും ഇന്ന് നശിച്ചുപോയി. ഇതിനെ ഓർത്താണ് പരിശുദ്ധി അമ്മ കരയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. ഇന്ത്യ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ 2000 വർഷമായി സഭയായത്. ഇന്ത്യയിൽ നിങ്ങൾ ഓർക്കണം, 97% പേർ യേശു ആരാണെന്ന് അറിയില്ല, യേശു ദൈവമാണെന്ന് അറിയില്ല. ഇന്ത്യയിൽ 97% പേര് ഏകരക്ഷകനായ സത്യദൈവമായ ഈശോ മിശിഹായെ തിരിച്ചറിയാതെ പോയതിനെ ഓർത്ത്, സുവിശേഷ വേല നടക്കാത്തതിനെ ഓർത്താണ് പരിശുദ്ധി അമ്മ കരയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അതിനേക്കാൾ ഉപരി നിങ്ങൾ ശ്രദ്ധിക്കണം, അമ്മ കരയുന്നതും ഈശോ വേദനിക്കുന്നത് എന്തിനാണെന്നറിയോ? അപ്പാ പിതാവ് പുത്രനായ ഈശോ റൂഹ വേദനിക്കുന്നറിയാമോ? തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തത. കർത്താവ് വേദനിക്കുന്നത് നിരീശ്വരവാദികളെ ഓർത്തിട്ടല്ല, കർത്താവ് വേദനിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളെ ഓർത്തിട്ടല്ല, കർത്താവ് വേദനിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ ഓർത്തിട്ടല്ല. ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർ, കർത്താവ് ഏക രക്ഷകനാണെന്ന് അറിയുന്നവർ, സത്യദൈവത്തെ മുറുകെ പിടിക്കേണ്ടവർ, അവർ ഈ കാലഘട്ടത്തിൽ നിസ്സംഗതയിലും ഉറക്കത്തിലും അവര് മയക്കത്തിലും മയക്കം നടിച്ചും കിടക്കുന്നതിനെ ഓർത്ത് ഈശോയുടെ അമ്മയായ പരിശുദ്ധി അമ്മ ഈ കാലഘട്ടത്തിൽ കരയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹ നൈജീരിയയിലെ ബെർണാഡെന്ന് പറയണ ഒരു ചെറുപ്പക്കാരന് തിരുരക്തത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ ഒരു പുസ്തകം ഷാലോം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് 8ാമത്തെ പേജിനകത്ത് കിടക്കുന്നുണ്ട്, ലോകത്തില് ഇത് ഏറ്റവും കൂടുതൽ പിശാച് പിടിമുറുക്കിയ പാപമാണ് ലൈംഗിക അരാജകത്വം. അതായത് ഇക്വഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് 400 വർഷങ്ങൾക്ക് മുമ്പ് അവർ ലേഡി ഓഫ് സക്സസ് എന്ന് പറയുന്ന പരിശുദ്ധി അമ്മ മദർ മരിയ ചുവാന എന്ന സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അന്ത്യകാലഘട്ടത്തിൽ ലോകത്തിന്റെ ലക്ഷണം, 2ാം വരവ് ലക്ഷണം, ലൈംഗിക അരാജകത്വം ലോകത്തിൽ പെരുകും. ഞാൻ നിങ്ങൾ തുറന്നു പറയട്ടെ, കോവിഡിന് ശേഷം എന്താ സംഭവിച്ചത്? കോവിഡിന് ശേഷം നിസ്സംഗതയും മാന്ദ്യവും അവിശ്വാസവും ലൈംഗിക അരാജകത്വം ലോകത്ത് പെരുകി. അമ്മ അതിനാ കരയണത്. എന്തിനാ അമ്മ കരയുന്നറിയാമോ? തൻ്റെ പ്രിയപ്പെട്ട മകൻ ചങ്കിലെ ചോര തന്ന് നേടിയെടുത്ത ദൈവജനം മാരക പാപം ചെയ്ത് നരകത്തിൽ പോകുന്നത് കാണുമ്പോൾ ഈശോയുടെ പെറ്റമ്മ തൻ്റെ പ്രിയപ്പെട്ട മകൻ കുരിശിൽ രക്തം വാർന്ന് ചിന്തി മരിച്ച തൻ്റെ പ്രിയപ്പെട്ട മകന്റെ രക്തസാക്ഷിത്വത്തിന്റെ വില പോലും തള്ളിക്കളഞ്ഞ് മനുഷ്യൻ പാപം ചെയ്ത് നരകാഗ്നിയിൽ പോകുന്നത് കാണുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണുനീർ. അതല്ലാതെ അമ്മ കരയുന്നത്, ഒരു ദേശത്ത് കരയുന്നത് സാമ്പത്തിക തകർച്ച ഓർത്തിട്ടല്ല. ഹല്ലേലൂയ പറഞ്ഞേ, സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറയണത്, വേറൊന്നും ഓർത്തിട്ടല്ല. നിങ്ങൾ കാണരുത്.
കാരണം ഒരു മനുഷ്യൻ രോഗിയായിട്ട് കിടന്നാൽ അവൻ നരകത്തിൽ പോകത്തില്ലെന്ന് വിശ്വാസമുള്ളവനാ ഞാൻ. ഒരു അഹങ്കാരിയായ മനുഷ്യൻ ക്യാൻസർ പിടിച്ച് രോഗിയായി കിടന്നാൽ അവൻ്റെ ആത്മാവ് രക്ഷപ്പെടും. കാരണം അവൻ എളിമപ്പെടാൻ തുടങ്ങും. രോഗം നമ്മളെ പലപ്പോഴും എളിമപ്പെടുത്തും. 1 പത്രോസ് 4:1 ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കത്തോലിക്ക സഭയിൽ രോഗമില്ലാതെ മരിച്ച ഒരു 10 വിശുദ്ധരുടെ പേര് പറയാം? ഞാൻ ഈ സുവിശേഷ വേല നിർത്താം. ഇവിടെ 156 വിശുദ്ധരുടെ തിരുശേഷിപ്പ് വച്ചിട്ടുണ്ട്. അതില് കൊച്ചു ത്രേസ്യ പുണ്യവതി എങ്ങനെയാ മരിച്ചത്? 16-ാമത്തെ വയസ്സ് ക്ഷയം പിടിച്ച് 24-ാമത്തെ വയസ്സ് രക്തം ഛർദ്ദിച്ച ആഗോള സഭയുടെ മിഷന്റെ മധ്യസ്ഥയാണ് കൊച്ചു ത്രേസ്യ ക്ഷയരോഗം പിടിച്ചാ മരിച്ചത്. അഴുകാത്ത നാവിനുടമസ്ഥൻ 18 മരിച്ചവരെ ഉയർപ്പിച്ച് 36-ാമത്തെ വയസ്സിൽ മരിച്ച് നാവ് ഇന്നും അഴുകാതിരിക്കുക 800 വർഷമായി നാവ് അഴുകാതിരിക്കുന്ന അന്തോണീസ് പുണ്യാളൻ മരിച്ചത് ക്യാൻസർ രോഗമാണെന്ന് എത്ര പേർക്കറിയാം? നിങ്ങൾക്കറിയാം? എത്ര പേർക്കറിയാം? പ്രിയപ്പെട്ടവരെ, ഇന്നും ഹൃദയം അഴുകാതിരിക്കുന്ന അബിലായിൽ അമ്മ ത്രേസ്യ, ഡോക്ടർ ഓഫ് ചർച്ചായ അമ്മ ത്രേസ്യ 69-ാമത്തെ വയസ്സിൽ മരിച്ചത് ക്യാൻസർ രോഗിയായിട്ടാ. ഇനി നിങ്ങൾ കേൾക്കണം, 45-ാമത്തെ വയസ്സിൽ കൊച്ചു ത്രേസ്യയുടെ അമ്മ വിശുദ്ധ സെലുഗുരി ബ്രസ്റ്റ് ക്യാൻസറാൽ മരിക്കപ്പെട്ടയാളാ. ഈ തൊട്ടടുത്തുള്ള മദർ മറിയം ത്രേസ്യ പുണ്യമതി, കുഴിക്കാട്ടുശ്ശേരിയിലെ മറിയം ത്രേസ്യ പുണ്യമതി 50-ാമത്തെ വയസ്സിൽ കാലിന് മുറിവുണ്ടായി ഷുഗർ പിടിച്ച് മരിച്ചയാളാ. 37-ാമത്തെ വയസ്സിൽ അൽഫോൺസാമ മരിച്ചു. 12-ാമത്തെ വയസ്സിൽ ഡൊമിനിക് സാവിയ മരിച്ചു. 18-ാമത്തെ വയസ്സിൽ ലൂസി മരിച്ചു. 17-ാമത്തെ വയസ്സിൽ അഗാത്ത മരിച്ചു. 21-ാമത്തെ വയസ്സിൽ അർത്താരബാലന്മാരുടെ മധ്യസ്ഥനായ വിശുദ്ധൻ മരിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രോഗമോർത്തിട്ടല്ല അമ്മ കരയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ദാരിദ്ര്യം ഓർത്തിട്ടാ കരയുന്നെങ്കിൽ മരിയ ഫൗസ്റ്റീനയുടെ ഉടുപ്പിടിയിൽ നിന്ന് ബന്ധുക്കൾ വരാമല്ലാതെ വണ്ടിക്കൂലി ഇല്ലാത്തതിന്റെ പേരിൽ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ സ്വന്തം ബന്ധുക്കൾ വരാത്തതിന് പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പറഞ്ഞു, വേണ്ട മോളെ, ആരുമില്ലേലും ഞാൻ നിനക്കുണ്ടെന്ന് പറഞ്ഞ പാവപ്പെട്ട വീട്ടില്, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്ത വീട്ടിലെ പെൺകുട്ടിയായ മരിയ ഫൗസ്റ്റീനടുത്ത ഈശോ കരുണയുടെ രഹസ്യം കൊടുത്തത്. ഈശോ പട്ടിണി ഓർത്തിട്ടല്ല കരയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളെ തിരിച്ചറിയുണ്ടാകണം. പരിശുദ്ധി അമ്മ കരയുന്നത് പട്ടിണി ഓർത്തിട്ടല്ല. പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയുണ്ട്, ബർണിദീത്ത, ശ്വാസകോശ രോഗിയാ. കൂടെയുള്ള കുട്ടികള് വിറക് വെട്ടാൻ പോയപ്പോ പോയി ഓടാൻ പറ്റാത്തില്ല. അവിടെ ശ്വാസം ഇങ്ങനെ വലിച്ചു നിൽക്കുമ്പോ മലയിടുക്കിൽ കുന്നിന് ചെരുവിൽ പാറയിടുക്കിൽ ഒരു സ്ത്രീയുടെ ശബ്ദം. നോക്കുമ്പോൾ വെളുത്ത് സുന്ദരിയായ സ്ത്രീ, കയ്യിൽ കൊന്തയുണ്ട്. അപ്പോൾ ഇവള് ചോദിച്ചു, ആരാണങ്ങ്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഈ അമ്മ ഞാനാണ് അമലോത്ഭവ മാതാവ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്വന്തം കുഞ്ഞാങ്ങളയ്ക്ക് വിശന്നു കഴിഞ്ഞപ്പോൾ പട്ടിണിയായിട്ട് എടവപ്പള്ളിയുടെ സെമിത്തേരി പോയിട്ട് കത്തിച്ച് വെച്ച മെഴുകിളക്കിയിട്ട് ആ മെഴുകെടുത്ത് ടാങ്ങളയ്ക്ക് കൊടുത്ത ബർണിദീത്തയുടെ മുമ്പിലാണ് പരിശുദ്ധി അമ്മ ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഇന്നും ശരീരം അഴുകിയിട്ടില്ല. അമ്മ കരയുന്നത് ലോകത്തിന്റെ പട്ടിണി ഓർത്തിട്ടല്ല, അമ്മ കരയുന്നത് മനുഷ്യന്റെ പാപം ഓർത്തിട്ട. ഹല്ലേലൂയ പറഞ്ഞേ. തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ. സ്വരപ്പെടുത്തി പറ. എന്തിനാണ് ദൈവമക്കളെ തിരിച്ചറിയണം? എന്തിനാണ് പിശാച് എന്തിനാണ് ഇന്ന് അസ്വസ്ഥപ്പെടുന്ന അറിയാമോ? പിശാചിനൊരു അറിയാം, അതായത് തനിക്ക് നഷ്ടമായ സ്വർഗം മനുഷ്യർക്ക് കിട്ടരുത്. തനിക്ക് നഷ്ടമായ സ്വർഗം മനുഷ്യർക്ക് കിട്ടരുത്. തനിക്ക് ലഭിക്കാൻ പോകുന്ന നിത്യ നരകം ആർക്ക് കിട്ടണം? മനുഷ്യർക്ക് കിട്ടണം. അതിനവൻ ചെയ്യുന്ന പണിയാണ് മനുഷ്യനെ മാരകഭാവം ചെയ്യിക്കുക, സുഖം കൊടുക്കുക. സെക്സിന്റെ സുഖം, പണത്തിന്റെ സുഖം, സ്വർഗഭോഗത്തിന്റെ സുഖം, മദ്യത്തിന്റെ സുഖം. ആ സുഖം തന്ന് നമ്മളെ നരകത്തിലേക്ക് പോകുമ്പോൾ പിശാച് ചിരിക്കുന്നുണ്ട്. കാരണം പിശാചിന് ഒരിക്കലും ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. കാൽവരി കുരിശിൽ 3 നാണിമേൽ തൂക്കപ്പെട്ട് പിശാചിന്റെ തലയെ തകർത്തവനാണ് ഈശോ മിശിഹ. എന്നാൽ പിശാചിന് ഈശോയെ വേദനിപ്പിക്കാൻ പറ്റും, നമ്മൾ വഴി വേദനിപ്പിക്കാൻ പറ്റും.
ഞാൻ ഒരു മാരക പാപം ചെയ്യുമ്പോൾ, ഞാൻ ഒരു വ്യഭിചാരം ചെയ്യുമ്പോൾ, ഞാൻ ഹോമോസെക്സിൽ പെടുമ്പോൾ, ഞാൻ അപ്പനെ തല്ലുമ്പോൾ, ഞാൻ ഭ്രൂണഹത്യ ചെയ്യുമ്പോൾ, ഞാൻ സമ്പത്ത് കട്ടെടുക്കുമ്പോൾ, ഞാൻ പാവപ്പെട്ടവൻ്റെ സ്വത്ത് പഠിച്ചു മാറ്റുമ്പോൾ, നിങ്ങൾ ഓർക്കണം, ആരാ വേദനിക്കുന്നറിയാമോ? ഈശോ വേദനിക്കുന്നു. ദൈവമക്കളെ, മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഒരുത്തൻ കൈയടിച്ചടിക്കുന്നുണ്ട്. ആരാന്നറിയാമോ? പിശാച്. ഈശോ മിശിഹായെ വേദനിപ്പിക്കുന്നത് താൻ കുരിശിൽ നേടിയെടുത്ത, രക്തത്താൽ നേടിയെടുത്ത ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ ഈശോയ്ക്ക് അത് വേദനയുണ്ടാകുന്നു. അമ്മ കരയുന്നത് വേറൊന്നിനു വേണ്ടിയല്ല. വലതുകരം ഉയർത്തി പറഞ്ഞ ആവേ മരിയ. സ്വരമെടുത്ത് പറഞ്ഞ ആവേ മരിയ. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ, 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 സ്തുതിച്ചേ. പോരന്നേ, മക്കളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ ഒരാത്മാവിൻ്റെ വില എത്രയാണെന്നറിയാമോ? ഒരാത്മാവിൻ്റെ വില എത്രയാണെന്നറിയാമോ? വിശുദ്ധ മത്തായി 16-ാം അധ്യായം 26-ാം തിരുവചനം. ഇവിടെ ഇരിക്കുന്നു, നമ്മൾ മരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ, മരിക്കുമ്പോൾ, ഇപ്പം ഇതെൻ്റെ സ്വന്തമായിട്ടൊരു മൈക്കാ, ഞാൻ കൊണ്ടുവന്ന ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ ഞാൻ മരിക്കുമ്പോൾ ഈ മൈക്ക് പോലും ഞാൻ കൊണ്ടുപോയില്ല. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ വിവാഹ മോതിരം കൊണ്ടുപോയില്ല. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ വീട് കൊണ്ടുപോയില്ല. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കട്ടിൽ കൊണ്ടുപോകത്തില്ല. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ടവല് കൊണ്ടുപോകത്തില്ല. ഞാൻ മരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു മുട്ടുസൂചി എടുക്കത്തില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വാക്ക് എല്ലാം ഇവിടെ ഇട്ടിട്ട് പോവും. നിങ്ങൾ എന്തൊക്കെ നേടുന്ന അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോവും. നിങ്ങളുടെ ഡോക്ടറേറ്റ്, നിങ്ങളുടെ പഠനം, നിങ്ങളുടെ MBBS, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സ്വർണം, നിങ്ങളുടെ പേര്, നിങ്ങളുടെ പ്രശസ്തി എല്ലാം ഇട്ടിട്ട് പോവും. പക്ഷെ നശിക്കാത്തൊരു സംഭവമുണ്ട്, ആത്മാവ്. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും, ഉറക്കെ പറഞ്ഞേ, അവന്റെ ആത്മാവ് പറഞ്ഞേ. നിങ്ങൾ ശ്രദ്ധിക്കോ, ഈശോയുടെ അടുത്ത് ഇന്നും ശരീരം അഴുകാതിരിക്കുന്ന ഒരു വിശുദ്ധരുടെ പാതിരിപ്പിയോ. അദ്ദേഹം ഈശോട് ചോദിച്ചു, ഈശോയെ ഒരാത്മാവിന്റെ വില എത്രയാ? ഉടനെ ഈശോ ഒരു സൃഷ്ടപ്രപഞ്ചത്തെ ഒരു ത്രാസിനകത്തേക്ക് ഇട്ടു. അതിൻ്റെ ഇപ്പുറത്തെ ഒരു പാപിയായ മനുഷ്യനെ കൊണ്ടുവച്ചു. പാതിരിപ്പിയെ കാണുകയാണ്, പാപിയായ മനുഷ്യൻ ഇരിക്കുന്ന ത്രാസിത താന്നു നിൽക്കുന്നു. എന്നിട്ട് ഈശോ നേരിട്ട് പറയാ, ഈ യൂണിവേഴ്സൽ, ഈ സൃഷ്ടപ്രപഞ്ചത്തെക്കാളും എനിക്ക് വിലയുണ്ട് ഒരാത്മാവിന്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയായിരിക്കണം? നിങ്ങളുടെ മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങളുടെ ഭർത്താവിൻ്റെ അത് പ്രാർത്ഥിക്കാതെ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കും? ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ പ്രാർത്ഥിച്ചു, ഓക്കെ, ദൈവം തരും. നിങ്ങൾ B1 B2 വേണ്ടി നിങ്ങളുടെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു, B1 B2 കിട്ടി. ഇവിടെ ജർമ്മനി ചെന്നിട്ട് ഹോമോസെക്സിൽ പോയി മരിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പാക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട പ്രാർത്ഥന ആത്മരക്ഷയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ ആത്മാവ് നശിക്കത്തില്ല. നശിക്കുവോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വിശുദ്ധരോട് പ്രാർത്ഥിക്കരുത്. സെന്റ് സെബാസ്റ്റ്യൻ. ധാരാ സെന്റ് സെബാസ്റ്റ്യൻ കേരള സഭയിൽ എത്ര പേർക്കറിയാം? സെബസ്റ്റ്യാനോസ് പുണ്യാഹം കൊണ്ട് ഡാൻസ് ചെയ്യുന്നവരെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. എന്തിനാണ് സെബസ്റ്റ്യാനോസ് പിതാവ് മരിച്ചത്? ഈശോയാണ് ഏക രക്ഷകൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ തലക്കടിയേറ്റ്, അതായത് ആദ്യം അമ്പേറ്റു, അവിടെ രക്ഷപ്പെട്ടു, പിന്നെയും പറഞ്ഞ് ഈശോയാണ് രക്ഷകൻ എന്ന പേരിൽ തലക്കടിയേറ്റ് പിടഞ്ഞ് മരിച്ചയാളാണ് സെന്റ് സെബാസ്റ്റ്യൻ. ഏത് പള്ളിയിലെങ്കിലും പറയാറുണ്ടത്? ഗീവർഗീസ് സഹത. നിങ്ങൾ ഈ പാമ്പിനെ പേടിപ്പിക്കുന്ന ആളായിട്ടല്ല. ചക്രവർത്തിയുടെ കാലത്ത് കർത്താവാണ് ഏക രക്ഷകൻ എന്ന് പറഞ്ഞ പേരിൽ രക്തസാക്ഷിയായ വിശുദ്ധനാണ്. വിശുദ്ധ അന്തോനീസ്, വിശുദ്ധ ഗീവർഗീസ്, വിശുദ്ധ പാട്രിക്, മറിയം ത്രേസ്യ പുണ്യവതി, അൽഫോൻസാമ, നമ്മളിവരെല്ലാം എടുത്തു വെക്കുമ്പോൾ നമുക്കൊരു മാതൃകയുണ്ട്. എന്തിനാണെന്നറിയാം മാതൃക? നമ്മളിവിടെ ഇറക്കണ ഞാൻ അവിടെ ചെന്നു,
ആ തിരുശേഷിപ്പ് 156 വിശുദ്ധരുടെ 52 വിശുദ്ധരുടെ തിരുശേഷിപ്പ്, അത് ഞാൻ അവിടെ പ്രാർത്ഥിക്കുക, കർത്താവ് ഈ വിശുദ്ധരുടെ പുണ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ ഓർക്കണം, ഇതൊക്കെ വട്ടപൂജ്യമാ. ലോക പ്രശസ്തരായ 25 കോടീശ്വരന്മാർ, 25 വർഷം മുമ്പ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ കോടീശ്വരന്മാരുടെ അവസാന കാലഘട്ടത്തിൽ അത് 10 പേര് പാപ്പരായി മരിച്ചു, 8 പേര് ജയിലിൽ കടന്ന് മരിച്ചു, ബാക്കിയുള്ളവർ മാനസിക രോഗത്താ മരിച്ചു. അപ്പോഴാണ് എനിക്കൊരു മനസ്സായി, ഇതൊക്കെ ഇത്രയുള്ളത് ഈ പണം നമ്മൾ ആർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന സാധനമില്ലേ? ഒരു മനുഷ്യന് പോലും കൊടുക്കത്തില്ല, പാവപ്പെട്ടവന് കൊടുക്കാതെ. ഈ സമ്പാദിച്ച് 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 കൂട്ടുമ്പോൾ ദൈവമക്കൾ ഒരു ദിവസം ഇത് കൈവിട്ട് പോകും. പക്ഷെ കൈവിടാത്തൊരു സംഭവം ഉണ്ട്. എന്താ പറയാ? എന്താ? സ്വന്തം ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ ഇത് പ്രസംഗിക്കാൻ കാരണം, ഞാൻ നേരെ തിരിച്ചാ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ പറഞ്ഞു, മാനസാന്തരത്തിന് സുവിശേഷമല്ലാതെ വേറൊരു ടോക്കും ഇനി എടുക്കാൻ പാടില്ല. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഇത് പ്രീതിപ്പെടുന്ന ക്ലാസ് അല്ല. എനിക്ക് 5 മിനിറ്റ് കൊണ്ട് നിങ്ങളെല്ലാം കയ്യിലെടുക്കാവുന്ന അത്ഭുതങ്ങൾ എനിക്കറിയാം. കാരണം ഞാൻ അത്ഭുത രോഗശാന്തി കണ്ടിട്ടുണ്ട്, തളർന്നവർ എഴുന്നേക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ധ്യാനിപ്പിച്ച ധ്യാന കേന്ദ്രത്തിൽ 10-55ഓളം ക്യാൻസർ രോഗികൾ സൗഖ്യപ്പെട്ടത് എനിക്കറിയാം. എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നവർ ക്യാൻസർ സൗഖ്യപ്പെട്ടവരുണ്ട്, തളർന്നവർ എഴുന്നേറ്റവരുണ്ട്, അത്ഭുതകരമായി വിടുതൽ കിട്ടിയിട്ടുണ്ട്, സാമ്പത്തിക മേലെ വിടുതൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കർത്താവ് തന്നിരിക്കും, അതെല്ലാം കർത്താവ് തന്നിരിക്കും. അതിന് യാതൊരു മാറ്റവും വേണ്ട. കർത്താവ് വാക്ക് പറഞ്ഞ വിശ്വസ്തനാ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ സ്വന്തം ആത്മരക്ഷ, നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണം. ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് അനേകം മക്കൾ ലോകരാജ്യങ്ങളിൽ പോയി. എന്നോട് ബ്രദർ സന്തോഷ് കരിമത്ര ബ്രദർ കഴിഞ്ഞ ദിവസം, ഇപ്പൊ കാനഡയിലാണ്, ബ്രദർ പറഞ്ഞൊരു അനുഭവം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷയുടെ ധ്യാനം നടത്തിയപ്പോൾ വൈകിട്ടിരിക്കുമ്പോൾ ബ്രദർ അനുഭവം, ബ്രദർ കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുമ്പ് ജർമ്മൻ സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ പോയി. ജർമ്മൻ സഭയുടെ അവസ്ഥ അറിയാം, വളരെ ദയനീയ അവസ്ഥയാണ്. പള്ളികളെല്ലാം പൂട്ടപ്പെട്ടു, ഹോമോസെക്സിനെ അനുകൂലിക്കുന്ന വൈദിക സിസ്റ്റേഴ്സൊക്കെ ഉള്ള ഒരു സഭയാണ്. ഏറ്റവും ജീർണിച്ച സഭ, ദുർഗന്ധമുള്ള സഭ. അപ്പം ബ്രദർ അവിടെ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ ബ്രദർ അനുഭവം പറഞ്ഞു, തൻ്റെ അനുഭവമൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ജർമ്മനിയിൽ ഒത്തിരി അൽമായര് സഭയോർത്ത് കരയുന്നവരുണ്ട്. അപ്പം ബ്രദർ പറയുകയാണ്, ഇത്രയും പാപം നിറഞ്ഞ സ്ഥലത്തും അനേകം പേര് പ്രാർത്ഥിക്കുന്ന അൽമായരും സിസ്റ്റേഴ്സും വൈദികരും ഉണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. അത് ഞാൻ പല രാജ്യങ്ങളിൽ ചെന്നപ്പോൾ എനിക്കും മനസ്സിലായി. ഇവിടുന്ന് ഒത്തിരിയേറെ പേര് വിദേശത്ത് പോയ മക്കൾ അവരവിടെ ചെന്ന് കാനഡയിലും ഓസ്ട്രേലിയയിലും USA അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന, ഇതുപോലെ ഇവിടെ നിന്നൊക്കെ പോയ അനേകം ഒത്തിരി പേര്, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ജോലിക്കാര്, അവരവിടെ സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്. പക്ഷെ സത്യത്തിൽ അവരെ ഓർത്താ ദൈവത്തെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്തിനാണ് ദൈവം ഇവിടുന്ന് കുടിയേറ്റം അനുവദിച്ചെന്നറിയാമോ? നിങ്ങൾക്ക് ആരും മനസ്സിലാവും. ഇവിടുന്ന് ഒരു കാലഘട്ടത്തിൽ, അതായത് ഫ്രാൻസിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വൈദികർ സ്പെയിനിൽ നിന്നും ഇവിടെ വന്ന് സുവിശേഷ വേല ചെയ്ത് കേരള സഭയെ, ഭാരത സഭയെ ശക്തിപ്പെടുത്തിയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരു മൈഗ്രന്റ് കുടിയേറ്റം എന്തിനാണെന്നറിയാമോ? അത് ജർമ്മനിക്കും UK-ക്കും ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലൻഡിനും അല്ലെങ്കിൽ USA-ക്കും കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഒക്കെ നമ്മുടെ മക്കളെ പറഞ്ഞു വിടുന്നത് എന്തിനാണെന്നറിയാമോ? അത് നിങ്ങൾ പണം ഉണ്ടാക്കാനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കൾ അവിടെ ചെന്നിട്ട് കർത്താവിന് വേണ്ടി ഇരിക്കുന്നതും പള്ളികളിൽ പ്രാർത്ഥിക്കുന്നതും അവർ ആ ദേശത്ത് ഇതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും കാണുമ്പോൾ അവിടുത്തെ വെള്ളക്കാർ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി ദൈവം അനുവദിച്ചതാണ് കുടിയേറ്റം. ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ ഞാൻ വളരെ അപൂർവം പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ 70% പേരും അവരെക്കാൾ കഷ്ടമായിട്ടാണ് നമ്മുടെ യുവജനങ്ങൾ. എന്നാൽ നേരെ തിരിച്ചുമുണ്ട്. ഇപ്പൊ നമ്മുടെ ഷാലോം ഇന്റർനാഷണൽ ലെവലിൽ വളർന്നതിന് പിന്നെ അറിയാമോ? അതായത് സാൻഡോ കാബിപ്പുരയുടെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ബെന്നി സാറിൻ്റെ കൂട്ടത്തിലുള്ള സാൻഡോ സാറ്, അദ്ദേഹം തൻ്റെ വൈഫിന് ജോലിയുണ്ട്. അമേരിക്ക ജോലി കിട്ടിയപ്പോൾ അമേരിക്കയോർത്ത് കരഞ്ഞ് അദ്ദേഹം തൻ്റെ ജോലി റിസൈൻ ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട റോയ് പാലാട്ടെ CMI സഭയുടെ തങ്കമുത്താണ്. എനിക്ക് അച്ഛനോട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. CMI സഭയുടെ തങ്കമുത്താണ് റോയ് പാലാട്ടി അച്ഛൻ. ഒന്ന് കൈയടിച്ച് കർത്താനെന്ന് പറയേ.
അച്ഛന് കർത്താവിന് വേണ്ടി ഇറങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സുവിശേഷ വേല ചെയ്ത് അച്ഛൻ ഇവരെല്ലാം കൂടി അങ്ങനെയാണ് ശാലോം ഇത്രയും വളർന്നത്. ദൈവമക്കളെ ഓർക്കണം, ഒരു സാൻഡോ എന്ന് പറയുന്ന വ്യക്തി കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അത് ശാലോം വേൾഡായി മാറി. അപ്പം നമ്മുടെ മക്കൾ കുടിയേറ്റത്തിന് പോകേണ്ടത് ആ ദേശത്തെ തിന്മയോർത്ത് കരയാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ മക്കളെ UK വിടേണ്ടത്. പക്ഷേ നമ്മൾ വിശ്വാസം കൊടുക്കാതെ അപ്പനും അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മക്കൾ OIT കിട്ടി, IELTS കിട്ടി, വിദേശത്ത് പോയി, അവർക്ക് വിശ്വാസമില്ലാതെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് പ്രദേശം ഒഴികെയുള്ള ബാക്കി എല്ലാ കുടിയേറ്റങ്ങളും അവിടെ സെറ്റിൽ ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ താമസമാണ്. അതായത് അവിടെ കുടിയേറി കഴിഞ്ഞാൽ, ഉദാഹരണം പറയാൻ, നിങ്ങൾ മക്കള് ഓസ്ട്രേലിയക്ക് അല്ലെങ്കിൽ UK സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മക്കൾ തിരിച്ചു വരത്തില്ല. ആ മക്കളുടെ മക്കൾ ഒരു വെള്ളക്കാരെ പോലെയാണ് ജീവിക്കുന്നത്. നമ്മൾ വിശ്വാസം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ വല്യമ്മമാർ ഓർക്കണം, നിങ്ങളുടെ വല്യമ്മ ആകുമ്പോൾ നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് നിങ്ങൾ തിരിച്ചറിയാൻ മേലാതെ വരും. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവമക്കളെ, കുടിയേറ്റം ആവശ്യമാണ്. പക്ഷേ സുവിശേഷം കൊടുക്കാത്ത കുടിയേറ്റങ്ങളെല്ലാം നാശത്തിലേക്ക് പോവാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പറയണം, അതുകൊണ്ട് ഇനി ആരാധനയെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഏത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ തെറ്റില്ല. പക്ഷേ അതിനേക്കാൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ വ്യക്തിയുടെ ആത്മാവ് രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞേ. ഉദാഹരണം പറയാൻ, നിങ്ങളുടെ ഒരു മോന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, അവൻ പഠിച്ചു, അവൻ നേഴ്സിങ്ങിന് പഠിച്ചു, അവന് വിദേശത്ത് ജോലി കിട്ടി, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവൻ അവിടെ പോയി നശിച്ചാലോ? അപ്പം നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കണം, ഈശോയെ എൻ്റെ മകനെ ഓസ്ട്രേലിയക്ക് വിടണം. പക്ഷേ അവൻ ഈശോയുടെ മകനായിട്ട് വേണം അവിടെ വിടാൻ. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് തെറ്റുണ്ടോ? അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവത്തിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ വീണ്ടും അവസാനിപ്പിക്കുമ്പോൾ, ലോകം മുഴുവൻ ഈ കുടിയേറ്റം ദൈവം അനുവദിച്ചതാണ്. എന്തിനാണെന്നറിയാമോ? ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, ഈശോയുടെ 2ാം വരവിന് വേണ്ടി, സഭയുടെ റിന്യൂവലിന് വേണ്ടി ദൈവം കേരള സഭയിൽ നിന്ന് ലോകം മുഴുവൻ അയക്കുന്നതാണ്. അതിന് നമ്മൾ ഒരുങ്ങണം, അതിന് നമ്മൾ ഒരുക്കണം മക്കളെ. അതുകൊണ്ട് നിർബന്ധമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ എൻ്റെ സാക്ഷി നിങ്ങൾ കേട്ടണം, 22 വയസ്സ് വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം ജീവിച്ചവനാണ്. ദൈവം ഇല്ലെന്ന് പറഞ്ഞവനാണ്. പക്ഷെ എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ കുടുംബക്കാർ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ് ഞാൻ ഇന്ന് 24 വർഷമായി സുവിശേഷം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ അപ്പൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല, എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി 24 വർഷമായി സുവിശേഷം. അടുത്ത വർഷം 25 വർഷമാണ്, ജൂബിലിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് വേറൊന്നിനു വേണ്ടി നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് മാനസാന്തരത്തിന് വേണ്ടി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ ശ്രദ്ധിക്കുക. ഒരു നിമിഷം നിങ്ങളൊന്ന് കരങ്ങളൊന്ന് തുറന്നു പിടിച്ചേ. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ എന്തു നിയോഗമെടുത്തോ അത് ദൈവം തരും. നിങ്ങൾ എന്തു നിയോഗമെടുത്തോ ദൈവം തരും. നല്ലതാ. പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് ആത്മരക്ഷ. വേണ്ടേ? ഈ പ്രസംഗിക്കുന്ന എൻ്റെ ആത്മരക്ഷ പ്രസംഗം അതെനിക്ക് ദൈവം തന്ന കൃപയാ, ദൈവം തന്നൊരു വരവാ. അതുകൊണ്ടൊന്നും ഞാൻ സ്വർഗത്തിൽ പോകണമെന്നില്ല. ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണം. ശരിയാണോ? ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു നിമിഷം 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടി, കണ്ണടച്ചു പിടിക്കണം. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നോ അവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരണം. അവരെ കെട്ടിയിട്ടിരിക്കുന്ന പാപത്തിൻ്റെ കെട്ടഴിയണം, ജഡത്തിൻ്റെ കെട്ടഴിയണം, പിശാചിൻ്റെ കെട്ടഴിയണം, അവിശ്വാസത്തിൻ്റെ കെട്ടഴിയണം, നിരീശ്വര കെട്ടഴിയണം. കർത്താവേ, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ദൈവമക്കളെ പ്രാർത്ഥിക്കണം. 2024 പുതിയൊരു ഇലക്ഷന് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ തിരിയപ്പെട്ട സഭയുടെ മക്കൾ പ്രാർത്ഥിക്കണം.
ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭാരത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിശ്വാസം നഷ്ടപ്പെട്ട രാജ്യങ്ങളിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പീഡനമേക്കുന്ന രാജ്യത്തെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, വിശ്വാസം നഷ്ടപ്പെട്ട യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. കർത്താവേ, ഈ ദേശത്തിന്റെ മേൽ സുവിശേഷത്തിന്റെ കാറ്റ് വീശട്ടെ. ദേശത്തിന്റെ മേൽ സുവിശേഷത്തിന്റെ കാറ്റ് വീശട്ടെ. ആഗോള സഭയുടെ മേൽ സുവിശേഷത്തിന്റെ കാറ്റ് വീശട്ടെ. ദൈവഭവനത്തിൽ വലിയ സുവിശേഷ വേലകൾ വ്യാപരിക്കട്ടെ. രണ്ടാം വരവിന് വേണ്ടി സഭയെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാപത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ. എസെക്കിയേൽ 9:4 വചനത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ.